മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും കാലം കാത്തുവെച്ച മറുപടി. മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി MLA-യുമായ MK മുനീറിന്റെ വാക്കുകളെ ഏറ്റെടുക്കുകയാണ് കേരളം. മുഖ്യമന്ത്രി എന്നെ 2-3 തവണ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ICUലാണ്. അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആലോചിച്ചു, നമ്മൾ രാഷ്ട്രീയം പറയാം, പക്ഷേ വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്കൊക്കെ അങ്ങനെ പോകേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളൊരു മനോഗതിയിലേക്ക് ഞാൻ വരികയായിരുന്നു. വ്യക്തിപരമായി നമ്മൾ ആളുകളെ വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സത്യം. മുമ്പ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അസുഖബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ നടത്തിയ ഇടപെടലുകൾ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക. വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല. അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്ത് വന്നാലും മുഖ്യമന്ത്രി പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞു. എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഖ്യമന്ത്രിയായ ശേഷവും അതിനു മുൻപും പിണറായി വിജയൻ എന്ന വ്യക്തിയെ കോൺഗ്രസിനോളവും ലീഗിനോളവും വ്യക്തിപരമായി തേജോവധം ചെയ്ത പാർട്ടിക്കാർ വേറെ ഉണ്ടാകില്ല. ഡോക്ടർ MK മുനീറിന്റെയും ചാണ്ടി ഉമ്മന്റെയും വാക്കുകൾ ലീഗുകാരെയോ കോൺഗ്രസുകാരെയോ തിരുത്തുമെന്ന പ്രതീക്ഷയും നമുക്കില്ല. പക്ഷേ മാധ്യമങ്ങളും എതിരാളികളും ചേർന്ന് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ആ യാഥാർത്ഥ്യ നിർമ്മിതികളെ കാലം അതേ കൈകൾ കൊണ്ട് തന്നെ തച്ചുടയ്ക്കുമ്പോൾ അതാകുന്നു ഭൂതകാലം വർത്തമാനകാലത്തോട് കാട്ടുന്ന ഏറ്റവും വലിയ കാവ്യനീതി.